ഇന്നൊരു ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഗ്രീൻ ബീൻസ് നല്ല 2 ഗ്ലാസ് രാത്രി കഴുകി വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ കുക്കറിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അധികം വേവിക്കാൻ പാടില്ല കറി. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുക്കറിൽ. അപ്പോൾ എൻ്റെ കുക്കറിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബെല്ലുണ്ടായാൽ മതി. അപ്പോഴേക്കും അതായി കിട്ടും. പിന്നെ നമുക്കത് ഓഫ് ചെയ്യാം. അപ്പോൾ ചീഞ്ചട്ടി വെച്ചാൽ ഞാൻ 2 വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ 2 സബോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ ഇങ്ങനെ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തി, അപ്പം, ചോറിനും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ ഇതിലിടുന്നത് ഞാൻ 2 പച്ചമുളകാണ് ഇടുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്. വേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുത്ത് ഒരു നുള്ളി ഇഞ്ചി എന്ന് പറയാനേ പറ്റുള്ളൂ, അത്ര ഇട്ടിട്ടുള്ള. അപ്പോൾ ഇതായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളിയാണ് ഞാൻ ഇട്ടത്. തക്കാളി നന്നായി വഴന്ന് വരട്ടെ. അപ്പോൾ അതിലേക്ക് ഞാൻ പൊടികൾ എന്ന് പറയാനായിട്ട് 1 സ്പൂണ് കുരുമുളക് പൊടിയും, 1 സ്പൂണ് ചെറിയ സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്വല്പം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ പറ്റിയില്ല. പിന്നെ ഇതിപ്പോൾ ഒരു ചെറിയ നാളികേരത്തിൻ്റെ 1 മുറി തേങ്ങയാണ്. അത് ഇതിൻ്റെ ഉള്ളിൽ ഈ വെളിച്ചെണ്ണയിലൊന്ന് നമുക്ക് ഡ്രൈ ആക്കി എടുക്കാം. അതിന് ശേഷം നമ്മൾ കുക്കറിൽ അടിച്ച് വെച്ച ഗ്രീൻ ബീൻസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രീൻ ബീൻസ് കുറേ വെന്ത് പോകരുത്, ഇങ്ങനെ മണികളായിട്ട് കിടക്കണം. 2-3 അടിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ കുഴഞ്ഞ് ഗ്രീൻ ബീൻസ് കാണില്ല, അതുപോലെയാവും. ഇതിപ്പോൾ നന്നായി പാകത്തിനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പാകമാണ്. ഈ കറി വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. ഇതിലേക്ക് ഞാൻ ഒരു സ്വല്പം മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നല്ല ഗ്രീൻ ബീൻസ് കറിയാണ്. കുറേ വേവിച്ച് ഇതാക്കരുത്, അത്രയേ ഉള്ളൂ.